ടോപ്പ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമഫ്രോസ്റ്റ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കൺസെപ്റ്റിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് റീജിയൻസിൻ്റെ കമ്പാരിസൺ ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ്റെയും ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ്റെയും കമ്പാരിസൺ ആണ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചാണ്. അതായത് ഈ റീജിയനിൽ വന്നിട്ട് ഹൈ ടെമ്പറേച്ചർ ആണ് അനുഭവപ്പെടുന്നത്. അതായത് അറൌണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഇവിടെ വിൻ്റർ സീസൺ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ത്രൂ ഔട്ട് ദ ഇയർ വന്നിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇവിടെ റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ വിൻ്റർ സീസൺ ഇല്ലാത്തത്. പിന്നെ ഈ ഒരു റീജിയൻ, അതായത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് വന്നിട്ട് ഇക്വറ്ററിൻ്റെ അടുത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആമസോൺ ബേസിനിലും സെൻട്രൽ ആഫ്രിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കാണ് ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കാണുന്നത്. ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനകത്ത് ഹെവി കൺവെൻഷണൽ റെയിൻഫോൾ ആണ് ഉണ്ടാവുന്നത്. കാരണം ഹൈ ഇവോപ്പറേഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാ ആഫ്റ്റർനൂണിലും ഹെവി കൺവെൻഷണൽ റെയിൻഫാൾ അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ആനുവൽ റെയിൻഫോൾ പറയുന്നത് 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ്. അതായത് ഇവിടുത്തെ ആനുവൽ റെയിൻഫോൾ പറയുന്നത് വളരെ ഹൈ ആണ്. ഇവിടെയുള്ള മെയിൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് വന്നിട്ട് ഡെൻസ് ആയിട്ടുള്ള അതുപോലെ ലക്ഷറിയൻ്റ് ആയിട്ടുള്ള വെജിറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഫോറസ്റ്റ് ഒക്കെ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. കാരണം വന്നിട്ട് ഇവിടെ ലീഫ് വന്നിട്ട് ഇവിടെയുള്ള ട്രീസിൻ്റെ ലീവ്സ് വന്നിട്ട് ഡിഫറെൻറ്റ് ടൈംസിലാണ് ഷെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീസ് എന്ന് പറയുന്നത് എബണി, മഹാഗണി, റോസ് വുഡ് എന്നിവയൊക്കെയാണ്. ഇവിടെ മെയിനായി കാണുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിനെ ലെങ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ ആമസോൺ റെയിൻഫോൾ പറയുന്നത് വളരെ ലാർജ് ആണ്. അതോടൊപ്പം തന്നെ അവിടെ ഒത്തിരി ഓക്സിജന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ലെങ്സ് ഓഫ് ദ വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വൈൽഡ് ലൈഫ് വന്നിട്ട് വളരെ ഡൈവേഴ്സ് ആണ്. അതായത് അനിമൽസും റെപ്റ്റൈൽസും ഒക്കെ ഒത്തിരി നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ പോപ്പുലേഷൻ പറയുന്നത് ഇൻഡിജിയസ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ആഫ്രിക്കയിലുള്ള പിഗ്മീസും അതുപോലെ ആമസോണിലുള്ള ട്രൈബ്സുകളൊക്കെയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ട്രഡീഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹണ്ടിങ്ങും ഗാദറിങ്ങും അതുപോലെ കൾട്ടിവേഷൻ, ഷിഫ്റ്റിംഗ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത് റബ്ബർ, ഓയിൽ പാം, കൊക്കോ എന്നിവയൊക്കെയാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടുണ്ട്ര റീജിയനെ കുറിച്ചിട്ടാണ്. അത് ടുണ്ട്ര ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചിട്ടാണ്. ഈ റീജിയൻ നമുക്ക് മെയിനായിട്ട് കാണപ്പെടുന്നത് ആർട്ടിക് സർക്കിളിൻ്റെ അടുത്തായിട്ടാണ്. അതുപോലെ ഈ റീജിയൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ കോൾഡാണ്. അതോടൊപ്പം തന്നെ വിൻറ്റേഴ്സ് വന്നിട്ട് ലോങ്ങും ഹാർഷുമാണ്. സമ്മേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്മേഴ്സ് വളരെ ഷോർട്ടും കൂളുമാണ്. അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് -35 ഡിഗ്രി സെൽഷ്യസ് വരെ വരാറുണ്ട്. ഇത് വിൻ്ററിലാണ് മെയിനായിട്ട് -35 ഡിഗ്രിയിൽ ഈ ഒരു ടെമ്പറേച്ചർ എത്തുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻ നമ്മൾ മെയിനായിട്ട് കാണുന്നത് നോർത്ത് അമേരിക്കയിലും യുറേഷ്യയിലും അതുപോലെ ഗ്രീൻലാൻഡിലൊക്കെയാണ്. ടുണ്ട്ര റീജിയനിൽ വന്നിട്ട് വിൻ്ററിൽ വന്നിട്ട് പോളാർ നൈറ്റ്സും അതുപോലെ തന്നെ സമ്മറിൽ വന്നിട്ട് ഡേ ലൈറ്റും ആണ് അനുഭവപ്പെട്ടിരുന്നത്. അതുപോലെ പെർസിപ്പിറ്റേഷൻ പറയുന്നത് വളരെ ലോ ആണ്. മിക്കതും സ്നോവായിട്ടാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്നോ സ്റ്റോംസ് ഒക്കെയാണ് അനുഭവപ്പെടുന്നത്. ഈ സ്നോ സ്റ്റോംസിന് നമ്മൾ ബ്ലിസാർഡ്സ് എന്നാണ് വിളിച്ചിരുന്നത്. എക്സ്ട്രീം കോൾഡ് കാരണം ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ വന്നിട്ട് ട്രീസ് ഒന്നും വളരാറില്ല. അതുപോലെ ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള വെജിറ്റേഷൻ പറയുന്നത് ദോസ്, വില്ലോസ്, ലിച്ചൻസ്, മോസസ് പോലെയുള്ള സ്മോൾ പ്ലാന്റ്സുകളെയാണ്. അല്ല ഇവിടെ കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള അനിമൽസ് എന്ന് പറയുന്നത് പോളാർ ബിയർസും ആർട്ടിക് ഫോക്സസും അതുപോലെ റെയിൻഡിയേഴ്സ് ഒക്കെ ആണ്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് കോൾഡ് റീജിയനിൽ വളരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന അനിമൽസ് ആണ്. ഈ ഇത്തരം അനിമൽസിനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു റീജിയനിൽ കാണുന്നത്.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു റീജിയനിലുള്ള പോപ്പുലേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നൊമാഡിക് ട്രൈബ്സുകളാണ് ജീവിച്ചിരുന്നത്. അതായത് നോർത്ത് അമേരിക്കയിലുള്ള എസ്കിമോസ്, അതുപോലെ സ്കാൻഡിനേവിയയിലുള്ള ലാപ്സ് പോലെയുള്ള നൊമാഡിക് ട്രൈബ്സുകളാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ വന്നിട്ട് ഹണ്ടിങ്ങും ഫിഷിംഗ് ഒക്കെയാണ്. അപ്പോൾ ഈ എസ്കിമോസ് വന്നിട്ട് ഒരു ടെമ്പററി ആയിട്ടുള്ള സ്നോ ഹൗസസ്, അതിന് നമ്മൾ ഇഗ്ലൂസ് എന്നാണ് വിളിക്കുന്നത്. ഇഗ്ലൂസിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. ഇപ്പോൾ അവർ അവരുടെ ലൈഫ്സ് കാലം മാറുന്നതിനനുസരിച്ച് അവരുടെ ലൈഫ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: The traveler who went on tundra expedition was from Kasai province of Dash. Answer: Congo. Next question: The equatorial climatic region receives dash solar rays throughout the year. Answer: vertical. Next question: The equatorial region is a low pressure belt also known as the dash. Answer: doldrums. Next question: The rainforest found in the Amazon basin is called dash. Answer: selvas. Question: Secondary forests that spring up in abundant clearings in Malaysia are called dash. Answer: beluga. Next question: Animals which spend most of their lives in trees are called dash animals. Answer: arboreal. Next question: The indigenous people found in the Congo basin are the dash. Answer: pygmies. Next question: A traditional method of cultivation practiced in rainforest is dash cultivation. Answer: shifting cultivation. Question: Malaysia and dash are the leading rubber producing countries in the world. Answer: Indonesia. Next question: In the Amazon basin, people live in a distinct type of house called dash. Answer: Maloka. Next question: Sleeping sickness is a disease spread by dash flies. Answer: Tese. Next question: The northernmost settlement in the world mentioned in the chapter is dash. Answer: Longyearbyen. Question: The strong snowstorms that blow over the tundra region are called dash. Answer: blizzards. Next question: Trees are normally absent in the dash region. Answer: tundra region. Next question: Herbivores like dash make their survival possible by depending on pastures in the tundra. Answer: reindeer. Next question: The nomadic tribes living in North Finland and Scandinavia are the dash. Answer: Lapps. Question: Eskimos of Greenland traditionally lived in houses called dash. Answer: igloos. Next question: Eskimos use small rowing boats for fishing called dash. Answer: kayaks. Next question: A distinct type of vehicle that slides over snow is called a dash. Answer: sledge. Next question: Due to global warming, the dash in the tundra melts considerably. Answer: permafrost. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.